എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നു മുതൽ നമ്മളൊരു പുതിയ കഥാപരമ്പര തുടങ്ങുകയാണ്. ഹൃദയരാഗം എന്ന ഈ പ്രണയകഥ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരം ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അമ്മയുടെ വക ഇന്ന് ഞാനുമുണ്ട്. പള്ളിയിൽ എന്നെ ഇറക്കിയിട്ട് പോയാൽ മതി. ബൈക്കിൽ അമ്മയും കൊണ്ട് പോവണ്ടല്ലോ എന്നോർത്താണ് ഞാൻ കാർ എടുത്തത്. അമ്മയെ ഇറക്കി ഇന്റർസെക്ഷനിൽ നിന്ന് വലത്തോട്ട് കയറി 70-80 വെച്ച് കീറുമ്പോഴാണ് എങ്ങാണ്ട് നിന്നോ വന്ന ഒരു അമ്മച്ചി കാർ എടുത്ത് എനിക്ക് വട്ടം ചാടിയത്. എന്റെ കാറിന്റെ ABS പവർ ഞാൻ ഇന്ന് മനസ്സിലാക്കി. എന്തോ ഭാഗ്യത്തിന് ഞാനും അമ്മച്ചിയും പടമായില്ല. കാർ എടുത്ത് ഇറങ്ങിയാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നത് പതിവായതുകൊണ്ട് ഞാൻ ബൈക്ക് എടുക്കാറുള്ളൂ. എന്തായാലും ഓഫീസിലെത്താൻ വൈകുകയും ചെയ്തു. ഈ ലിഫ്റ്റ് ഓപ്പൺ ആവുന്നില്ലല്ലോ, എന്റെ പ്രാക്ക് ഈ ലിഫ്റ്റ് കേൾക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും മുന്നിൽ വന്ന് തുറന്നു നിന്നു. നേരെ അകത്തേക്ക് കയറി എന്റെ ഓഫീസിന്റെ ഫ്ലോറായ 22 അമർത്തി. വാതിലടയുന്നതിന്റെ തൊട്ടു മുമ്പ് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി ഓടി വരുന്നത് കണ്ടത്. ഞാൻ പെട്ടെന്ന് തന്നെ ഡോർ ഓപ്പൺ ബട്ടൺ അമർത്തി. ആ പെൺകുട്ടി ലിഫ്റ്റിനകത്തേക്ക് കയറി. ഞാൻ ലിഫ്റ്റ് ഡോർ അടയ്ക്കാനുള്ള ബട്ടൺ അമർത്തി. ആ കുട്ടി തന്റെ ഫ്ലോർ ബട്ടൺ പ്രസ് ചെയ്തോ എന്ന് കണ്ടില്ല. ഒരു മലയാളി ലുക്കുണ്ട്. എന്നാൽ ഈ കൊച്ചിനെ മുമ്പ് ഈ ബിൽഡിംഗിൽ കണ്ടിട്ടില്ലല്ലോ. അബുദാബിയിൽ തന്നെ മിക്കവാറും മലയാളീസ് കുറച്ചു മാത്രം വർക്ക് ചെയ്യുന്ന ഓഫീസുകളാണ് ഈ ബിൽഡിംഗിലുള്ളത്, കൂടുതലും അമേരിക്കൻ കമ്പനികൾ. എന്നാലും ഇവൾ ആരായിരിക്കും എന്ന ചിന്ത എന്നെ കീഴടക്കാൻ തുടങ്ങി. ചിലപ്പോൾ വല്ല ഇന്റർവ്യൂവിനോ മറ്റോ വന്നതായിരിക്കും. ഒരു ഹായ് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ വെറുമൊരു കോഴിയാണെന്ന് ആ കുട്ടി തെറ്റിദ്ധരിച്ചാലോ? ഞാനൊരു സ്റ്റെപ്പ് പുറകിലേക്ക് ഇറങ്ങി നിന്ന് ആ പെൺകുട്ടിയെ ഒന്നുകൂടെ നോക്കി. നല്ല നീളമുള്ള മുടി, കളർ ചെയ്തിട്ടുണ്ട്. ഷാമ്പൂ ഇട്ട് പതപ്പിച്ചിട്ടാണോ എന്തോ നല്ല തിളക്കമുണ്ട്. ലിഫ്റ്റിന്റെ ഡോറിന് കണ്ണാടി പോലെ തിളക്കമുള്ളതുകൊണ്ട് അവളുടെ മുഖം നന്നായിട്ട് കാണാം. അത്യാവശ്യം മേക്കപ്പ് ഉണ്ട്, പക്ഷെ അതൊരു കോംപ്ലിമെന്റ് മാത്രമാണ്. അവളുടെ ചുണ്ടിന് മുകളിലായി ഒരു കറുത്ത മറുകുണ്ട്. മുഖത്തേക്ക് നോക്കിയാൽ ആദ്യം കാണുന്ന ഫീച്ചർ ചിലപ്പോൾ അതായിരിക്കും. ചിലപ്പോൾ എന്നല്ല, അതാണ് ക്ലിങ്. ഐഫോണിന്റെ മെസ്സേജ് ടോൺ. എന്റെ അല്ല, ഞാനൊരു ആൻഡ്രോയിഡ് ഫാൻ ബോയാണ്, സാംസങ് ഉപയോഗിക്കുന്ന ഒരാൾ. അവൾ ഫോൺ കയ്യിലെടുത്ത് നോക്കി. മെസ്സേജ് വായിച്ച ശേഷം ഒരു മന്ദഹാസത്തോടു കൂടി അവൾ ആ ഫോൺ തിരികെ വെച്ചു. ബോയ് ഫ്രണ്ട് ആയിരിക്കുമോ? എന്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരാകാംക്ഷ. അവളുടെ മുഖത്തു നിന്ന് ആ ചിരി മാഞ്ഞിട്ടില്ല. ഇത്ര വലിയ കോമഡി എന്താണാവോ? ഫൂ. ഫ്ലോറുകൾ ഒന്നൊന്നായി കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഇവൾ ഇറങ്ങുന്നില്ലേ? ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത് 22-ാം ഫ്ലോർ അല്ലാതെ മറ്റൊന്നും പ്രസ് ചെയ്തിട്ടില്ല. 22-ാം ഫ്ലോറായി. ഞാൻ ഇറങ്ങാനായി മുന്നോട്ട് കയറാൻ ശ്രമിച്ചു. ഡോർ തുറന്നു. അവൾ ആദ്യം ഇറങ്ങി, ഞാൻ പുറകെയും. ഇന്ന് ഇന്റർവ്യൂ ഒന്നും ഷെഡ്യൂൾഡ് ഇല്ലല്ലോ. ഞാൻ എന്റെ ഓർമ്മയിലൊന്ന് ചികഞ്ഞു. ഓഫീസിനകത്തേക്ക് കയറിയ ഞാൻ അവൾക്ക് വേണ്ടി ഡോർ ഒരല്പനേരം തുറന്നു പിടിച്ചു. എന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ നേരെ റിസപ്ഷനിലേക്ക്. ഞാൻ അവളുടെ സംസാരം കഴിയാനായി കാത്തുനിന്നു. അവൾ വിസിറ്റേഴ്സ് വെയിറ്റിംഗ് ഏരിയയിലേക്ക് നടന്നു. ഞാൻ നേരെ റിസപ്ഷനിലുള്ള മലയാളി ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു. ഓഫീസിലുള്ള ചുരുക്കം ചില മലയാളികളിൽ ഒരാളാണ് ചേച്ചി. പേര് രശ്മി. ചേച്ചി, ഇപ്പൊ വന്ന കുട്ടി ഇന്റർവ്യൂവിന് വല്ലതും വന്നതാണോ? എന്തിനാ? ഒന്നുമില്ല, ചുമ്മാ ഒന്ന് അറിയാൻ. ഹാ, ജാട കളഞ്ഞിട്ട് പറവുവേ. ഞങ്ങൾ നല്ല കമ്പനി ആയതുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നതൊക്കെ സ്ഥിരമാണ്. നമ്മുടെ അമേരിക്കൻ ഓഫീസിൽ നിന്നും ട്രാൻസ്ഫർ ആയി വന്നതാ. ഓഹ് മൈ ഗോഡ്, ഇംഗ്ലീഷുകാരിയാണല്ലേ? പോടാ, ആ കുട്ടി മലയാളിയാ. പേര് പറഞ്ഞില്ലേ ചേച്ചി? പരിചയപ്പെടുമ്പോൾ നേരിട്ട് ചോദിച്ചോ മോൻ? തമാശക്കള ചേച്ചി. സോഫിയ എന്നാ പറഞ്ഞേ. നൈസ് നെയിം. ചേച്ചി ഒന്ന് ചിരിച്ചത് മാത്രമേ ഉള്ളൂ. ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ക്യാബിന്റെ അടുത്തേക്ക് നടന്നു. രാവിലെ തന്നെ കിട്ടിയ മെയിലെല്ലാം നോക്കി ഓരോ പണിയായി തീർത്തുകൊണ്ടിരുന്നു. ഏകദേശം 1 മണിക്കൂർ ആയപ്പോൾ പുറത്ത് ബോസും സോഫിയയും എന്റെ ക്യാബിനടുത്തേക്ക് നടന്നു വരുന്നത് ബ്ലൈൻഡ്സിന്റെ ഗ്യാപ്പിലൂടെ കണ്ടു. ബോസ് ഇങ്ങനെയാണ്, ജാടയൊന്നുമില്ലാത്ത നല്ല ഫ്രണ്ട്ലി ആയ ഒരു സായിപ്പാണ് പുള്ളിക്കാരൻ. അമേരിക്കൻ സിറ്റിസൺ ആണ്. നമ്മുടെ മലയാളി ബോസിനെ പോലെ ഒന്നുമല്ല. എപ്പോഴും നമ്മളെ ക്യാബിനിലേക്ക് വിളിപ്പിക്കുന്ന ഏർപ്പാടൊന്നുമില്ല. ഞാൻ എന്റെ ടേബിൾ ചെറുതായിട്ടൊന്ന് അടുക്കി പെറുക്കി വെച്ചു. ഡോർ തുറന്ന് അവർ അകത്തേക്ക് വന്നു. ഗുഡ് മോർണിംഗ് ബോസ്, ഞാൻ പതിവ് പോലെ വിഷ് ചെയ്തു. വെരി ഗുഡ് മോർണിംഗ്. I wanted to introduce you to Sophia James, interior designer. She is graduated from Cambridge. Sophia, this is Matthew. He is one of our architect. You will be in his team. ഹലോ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ കൈകൾ അവൾക്ക് നേരെ നീട്ടി. ഹലോ. അവളും കൈകൾ നീട്ടി. Sophia was an integral part of our company back in America. So it will be your responsibility to make her welcome. Sure sir, with pleasure. So I leave you to it. ഗുഡ് ഡേ. ബോസ് ക്യാബിൻ ഡോർ തുറന്ന് പുറത്തേക്ക് നടന്നു. ഹാവ് എ സീറ്റ് പ്ലീസ്, ഞാൻ സോഫിയോട് പറഞ്ഞു. ഞാൻ അവളുടെ മുന്നിലായിരുന്നു. സോഫിയ, നാട്ടിൽ എവിടെയാ? പെട്ടെന്നൊരു ഫ്ലോയിൽ ഞാനങ്ങ് ചോദിച്ചു. എറണാകുളം. എനിക്ക് മലയാളം അറിയാമെന്ന് എങ്ങനെ മനസ്സിലായി?
തെല്ലൊരു അത്ഭുതത്തോടെ അവൾ മറുപടി പറഞ്ഞു. അമേരിക്കയിൽ എത്ര നാളായി വർക്ക് ചെയ്യുന്നു? ഞാൻ ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ അമേരിക്കയാണ്. പപ്പ അവിടെ ബിസിനസ്സാണ്. ഞാൻ ഗ്രാജുവേറ്റ് ആയിട്ട് ആദ്യം ജോയിൻ ചെയ്ത ജോലിയാണിത്. 3 വർഷമായി. ഗ്രാജുവേറ്റ് ആയിട്ട് 3 വർഷം. അപ്പോൾ അവൾക്ക് ഏകദേശം 25-26 വയസ്സ് കാണും. എന്റെ ചിന്ത ആ വഴിക്കാണ് പോയത്. കം, ഐ വിൽ ഇൻട്രൊഡ്യൂസ് യു ടു അവർ ടീം. ടീമിനെ പരിചയപ്പെടുത്താനായി ഞങ്ങൾ പുറത്തേക്ക് നടന്നു. സമയം 6 ആവാറായി. ഇന്നെങ്കിലും സമയത്ത് ഓഫീസിൽ നിന്നും ഇറങ്ങാനുള്ള പ്ലാനോടെ ബാഗ് എടുത്ത് ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. സോഫിയ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹായ്, ഇറങ്ങുന്നില്ലേ? ഞാൻ സംഭാഷണത്തിന് തുടക്കമിട്ടു. സമയമായോ? ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. സോഫിയ, താമസം എവിടെയാണ്? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെയാണ് താമസം. ഇവിടെ എനിക്ക് അധികം പരിചയക്കാരൊന്നുമില്ല. കമ്പനി അക്കോമഡേഷൻ ഉണ്ടല്ലോ, മാറുന്നില്ലേ? എന്റെ ലഗേജ് ഒന്നും വന്നിട്ടില്ല, ലേറ്റ് ആകും. ഓക്കെ, കം ലെറ്റസ് ഗോ, ഐ ഷാൾ ഡ്രോപ്പ് യു. ഞാനൊരു ടാക്സി വിളിച്ചു പോയിക്കോളാം. വേണ്ടെന്നേ, വാ. അവൾ മനസ്സില്ലാ മനസ്സോടെ ബാഗ് എടുത്തിറങ്ങി. ലിഫ്റ്റിൽ കയറി ഗ്രൗണ്ട് ഫ്ലോർ ബട്ടൺ പ്രസ് ചെയ്തു. വെയിറ്റ് ചെയ്തോളൂ, ഞാൻ കാർ എടുത്തു വരാം. കാറിൽ കയറിയ ശേഷം ഞങ്ങളുടെ സംഭാഷണം തുടർന്നു. സോഫിയ മാരീഡ് ആണോ? ഐ ആം നോട്ട്. പപ്പയും മമ്മിയും നല്ല അലയൻസ് നോക്കുന്നുണ്ട്. ഓ ഗുഡ്, ഐ ഹോപ്പ് ദേ ഫൈൻഡ് സംവൺ സൂൺ. യാ, മീ ടു. സിഗ്നലിൽ വണ്ടികളുടെ തിരക്ക് കൂടി തുടങ്ങി. ഞങ്ങൾ ബിസിനസ് ബേയിൽ നിന്നാണ് വരുന്നത്. വൈകുന്നേരം എല്ലാവരും ജോലി കഴിഞ്ഞ് തിരികെ പോകുന്ന സമയം. കാർ എടുത്തുകൊണ്ടിറങ്ങുന്നത് മണ്ടത്തരമാണ്. എന്റെ ആത്മകഥം പിന്നെയും കുറച്ച് ഉച്ചത്തിലായി. അതെന്താ? അവൾ മനസ്സിലായില്ല എന്ന ഭാവത്തിൽ എന്നെ നോക്കി. ഞാൻ ബൈക്ക് എടുത്തേ വരാറുള്ളൂ. ഇന്ന് അമ്മയെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി കാർ എടുത്തു. അമ്മ വർക്ക് ചെയ്യുവാണോ? പള്ളിയിൽ കൊണ്ടുപോയി വിട്ടതാ. ഓ. അവൾ ലൊക്കേഷൻ തന്നതനുസരിച്ച് വണ്ടി ഓടിച്ച് ഞാൻ ഒടുക്കം അവൾ താമസിക്കുന്ന വീട്ടിലെത്തി. ഖലീഫ സിറ്റിയിലാണ് താമസം. അത്യാവശ്യം റിച്ച് സെറ്റപ്പ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു താങ്ക്സ് പറഞ്ഞു കാറിൽ നിന്ന് അവൾ ഇറങ്ങി. ഹേയ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കേണ്ട, ഞാൻ വിൻഡോ താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ, താങ്ക്സ്, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ കയ്യിൽ എന്റെ നമ്പർ ഇല്ലാലോ, പിന്നെങ്ങനെ വിളിക്കും? ചുമ്മാ ഭംഗിവാക്കായിരിക്കും. ഹാ, പോട്ടെ പുല്ല്. ഞാൻ വണ്ടി തിരിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. പിന്നീട് ഒരാഴ്ചക്കാലം ഓഫീസിൽ വെച്ച് കാണുമ്പോഴുള്ള സംസാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാണാൻ കിടുലുക്കായതുകൊണ്ട് ഓഫീസിലെ മുഴുവൻ വായ്നോക്കികളും അവളുടെ പുറകെ തന്നെയായിരുന്നു. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കായി അവൾ എന്റെ ക്യാബിനിലേക്ക് വരും. അല്ലാതെ പേഴ്സണലായി സംസാരിക്കാനായി ഞങ്ങൾക്ക് സമയം കിട്ടില്ലായിരുന്നു. വ്യാഴാഴ്ച നേരത്തെ പണിയെല്ലാം തീർത്തു വീട്ടിലേക്ക് വിട്ടു. ചെറുചൂടുവെള്ളത്തിൽ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ചായയും അമ്മയുടെ സ്പെഷ്യൽ ഉഴുന്നുവടയും കഴിച്ച് ഫോൺ എടുത്ത് ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ കുറച്ചു സമയം ട്രോളൊക്കെ ആസ്വദിച്ചിരുന്നു. സമയം 7:30 കഴിഞ്ഞു. ഒന്ന് പുറത്തു പോയിട്ട് വരാം. അമ്മയോട് എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ബൈക്ക് എടുത്ത് പുറത്തിറങ്ങി. ഫ്ളാറ്റിൽ നിന്ന് ഏകദേശം 800 മീറ്റർ പോവാനുണ്ട് മെയിൻ റോഡിലേക്ക്. റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. ഞാൻ ഹെൽമെറ്റിന്റെ വൈസർ താഴ്ത്തി വെച്ചു. ചെറുതായിട്ടൊന്ന് ആക്സിലറേറ്റ് ചെയ്തപ്പോഴേക്കും സൂപ്പർ മാർക്കറ്റ് എത്തി. അമ്മയുടെ ലിസ്റ്റ് പ്രകാരം പർച്ചേസ് എല്ലാം കഴിഞ്ഞപ്പോൾ സമയം 8 ഞാൻ ഫോൺ എടുത്ത് വാട്സാപ്പ് തുറന്നു നോക്കി. ഗ്രൂപ്പ് മെസ്സേജുകൾ മാത്രമേ ഉള്ളൂ. സ്റ്റാറ്റസ് എടുത്തു നോക്കി. സോഫിയ ഒരു സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിൽ നിന്നു ഷെയർ ചെയ്ത പോലെ ഉണ്ട്. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.